ഈ ജയിലിൽ ഒരു വിചിത്രമായ നിയമമുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് അയക്കുന്ന ഏത് ഭക്ഷണവും ചെറിയ കഷണങ്ങളാക്കി മുറിക്കുമായിരുന്നു. സോപ്പിനെ പോലും കാവൽക്കാർ വെറുതെ വിട്ടില്ല. ഇതൊക്കെ ചെയ്തിരുന്നത് ആയുധങ്ങൾ കടത്തിക്കൊണ്ടു പോകാതിരിക്കാനും ഒരു തടവുകാരനും രക്ഷപ്പെടാതിരിക്കാനുമായിരുന്നു. എന്നാൽ മൈക്കിൾ ഒരു സാധാരണ തടവുകാരനായിരുന്നില്ല. അയാൾ രക്ഷപ്പെടുന്നതിൽ ഒരു വിദഗ്ധനായിരുന്നു. തറയിലെ ടൈലുകൾ ഉയർത്താൻ അയാൾ ഒരു സ്പൂൺ ഉപയോഗിച്ചു. നേരത്തെ ഒളിപ്പിച്ചുവെച്ച ഒരു ചെറിയ ചില്ല് കഷണം പുറത്തെടുത്തു. അയാൾ അത് ശ്രദ്ധയോടെ പൊട്ടിച്ചു. ഒരു വൃത്തിയുള്ള ചില്ല് കഷണം വേർതിരിച്ചെടുത്തു. ബാക്കിയുള്ള പൊട്ടിയ ചില്ലുകൾ അയാൾ കടലാസിൽ പൊതിഞ്ഞ് ടോയ്ലറ്റിൽ ഒഴുക്കിവിട്ടു. അപ്പോഴാണ് കാവൽക്കാർ പെട്ടെന്ന് സെല്ലുകൾ പരിശോധിക്കാൻ തുടങ്ങിയത്. മൈക്കിൾ വേഗം ചില്ല് കഷണം വായിലൊളിപ്പിച്ചു. കാവൽക്കാർ ഓരോ തടവുകാരനെയും ഓരോന്നായി പരിശോധിച്ചു. പരിശോധന കഴിഞ്ഞവരെ പുറത്തു നിർത്താൻ തുടങ്ങി. അവർക്ക് ടോയ്ലറ്റിൽ നിന്ന് പേപ്പർ കണ്ടെത്താൻ സാധ്യതയുണ്ടായിരുന്നു. മൈക്കിൾ വേഗത്തിൽ ചുമരിലെ ഫ്ലഷ് ചെയിൻ വലിച്ചു. ശബ്ദം കേട്ട് ഒരു കാവൽക്കാരൻ അകത്തേക്ക് നോക്കി. മൈക്കിൾ പറഞ്ഞു, അത് ഞാനായിരുന്നു. കാവൽക്കാരൻ പറഞ്ഞു, ഇനി ഇത് ആവർത്തിക്കരുത്. ഭാഗ്യവശാൽ പുറത്തുനിന്നും ഫ്ലഷ് ചെയ്യാൻ സാധിച്ചിരുന്നതുകൊണ്ട് മൈക്കിൾ പിടിക്കപ്പെട്ടില്ല. കാവൽക്കാരൻ അലമാര പരിശോധിച്ചു. സാധനങ്ങൾ വലിച്ചെറിഞ്ഞു. കട്ടിലും ജനലുകളും പരിശോധിച്ചു. അവർക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവർ പോയി. എന്നാൽ മൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാര്യങ്ങൾ പോലും രക്ഷപ്പെടാനുള്ള ഉപകരണങ്ങളായി മാറുമായിരുന്നു. അയാൾ ചില്ല് കഷണം ഒരു ടൂത്ത് ബ്രഷിൽ നൂലുപയോഗിച്ച് കെട്ടി. ഇപ്പോൾ അയാൾക്ക് ഒരു മികച്ച ഉപകരണം ലഭിച്ചു. അയാൾ അത് വാതിലിലെ ഒരു ചെറിയ ദ്വാരത്തിലൂടെ തള്ളി. ഇപ്പോൾ അയാൾക്ക് കാവൽക്കാരന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കാൻ കഴിഞ്ഞു. അടുത്തതായി അയാൾ മടക്കാവുന്ന കട്ടിലിന്റെ കാലുകൾ ഊരിയെടുത്തു. അയാളൊന്ന് എടുത്തുനോക്കി. അത് ആവശ്യത്തിന് ഭാരമുള്ളതായിരുന്നു. അതിപ്പോൾ പ്രവർത്തിക്കും. അയാൾ മൂലയിൽ വെച്ചിരുന്ന ഒരു കാർഡ്ബോർഡ് നീക്കം ചെയ്തു. 5 മരപ്പലകകൾ പുറത്തെടുത്തു. അവയുടെ അടിയിൽ ഉറപ്പുള്ള കോൺക്രീറ്റ് ആയിരുന്നു. മൈക്കിൾ അത് ശക്തമായി അടിക്കാൻ തുടങ്ങി. വലിയ ശബ്ദമുയർന്നു. അവന്റെ സെല്ലിലെ കൂട്ടുകാർ ഭയന്നുപോയി. കാവൽക്കാർ കേട്ടാലോ? പക്ഷേ മൈക്കിൾ എല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു. ഇന്ന് അടുത്ത സെല്ലിലെ ടോയ്ലറ്റ് അറ്റകുറ്റപ്പണിയിലായിരുന്നു. ഈ അവസരം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കലും ലഭിച്ചെന്ന് വരില്ല. പ്രതീക്ഷിച്ചതുപോലെ ശബ്ദങ്ങളെല്ലാം ഒന്നായി ലയിച്ചു ചേർന്നു. കാവൽക്കാർ ഒന്നും ശ്രദ്ധിച്ചില്ല. താമസിയാതെ തറയിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ സെല്ലിലെ കൂട്ടുകാർ ആവേശത്തിലായി. അവർ അവനോടൊപ്പം ചേർന്നു. ആളുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ കാര്യങ്ങൾ വേഗത്തിൽ നടക്കുമെന്ന് പറയാറുണ്ട്. 5 തടവുകാർ ഒരുമിച്ച് പ്രവർത്തിച്ച് ആ ദ്വാരം വലുതാക്കി. പിന്നീട് മൈക്കിൾ ഒരു കടലാസ് കഷണം കത്തിച്ച് ദ്വാരത്തിലേക്കിട്ടു. അപ്പോൾ അവർക്ക് ഒരു ചെറിയ ദ്വാരം കാണാൻ സാധിച്ചു. പക്ഷേ ഈ തുരങ്കം എവിടേക്കാണ് എത്തുന്നത് ആർക്കും അറിയില്ലായിരുന്നു. അവർ പൊട്ടിച്ച മണ്ണ് എല്ലാം മറയ്ക്കാൻ തള്ളി നിറച്ചു. അവസരം ലഭിക്കുമ്പോഴെല്ലാം അവർ ഉടൻ തന്നെ വീണ്ടും കുഴിക്കാൻ തുടങ്ങി. ദിവസങ്ങൾക്കു ശേഷം പൂർണ്ണ ശ്രദ്ധയോടെ അവർ കുഴിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ ദിവസങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിന് ശേഷം അവർക്ക് ജയിലിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരു വഴി കണ്ടെത്തി. അത് നേരിട്ട് ജയിലിൽ നിന്നും പുറത്തേക്കുള്ള വഴിയായിരുന്നു.